ഹായ് ഓൾ, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ മറ്റൊരു വീഡിയോ ആണ്. ഐസോമോർഫിസംസ്. എന്താണ് ഐസോമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് വേർഡിൻ്റെ മീനിങ് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ദ ടേം ഐസോമോർഫിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഐസോസ്, മീനിങ് സെയിം ഓർ ഈക്വൽ, ആൻഡ് മോർഫ് മീനിങ് ഫോം. രണ്ട് ഗ്രീക്ക് വേർഡായ ഐസോസ് അതുപോലെ മോർഫ്, ഈ രണ്ട് വേർഡിൽ നിന്നാണ് ഐസോമോർഫിസം എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. ഐസോസ് മീൻസ് സെയിം അതല്ലെങ്കിൽ ഈക്വൽ എന്നാണ് മീനിങ്. മോർഫ് മീൻസ് ഫോം. ദാറ്റ് മീൻസ് ഐസോമോർഫിസം മീൻസ് സെയിം ഫോം ഓർ ഈക്വൽ ഫോം. ഒരുപോലെ ഉള്ളത് എന്നുള്ള മീനിങ് ആണ് ഐസോമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേപോലുള്ളത്, ഈക്വലായിട്ട് വരുന്നത് എന്നുള്ള മീനിങ് ആണ് ഐസോമോർഫിസം എന്നുള്ളതിന്. ഒരു എക്സാമ്പിൾ നോക്കുക, അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളത് പിടികിട്ടാൻ വേണ്ടി ഐസോമോർഫിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. കൺസിഡർ ദി ടേബിൾസ്. ഇവിടെ 3 ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ഓപ്പറേഷൻ പ്ലസ് ആണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ സ്റ്റാർ, മൂന്നാമത്തേത് സ്റ്റാർ ഡാഷ്. പ്ലസ് സ്റ്റാർ സ്റ്റാർ ഡാഷ് മൂന്നും ജസ്റ്റ് ഒരു ഓപ്പറേഷൻ മാത്രം. അത് എന്ത് ഓപ്പറേഷനും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഫസ്റ്റ് പ്ലസ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് 0, 1, 2 എന്ന് പറയുന്ന എലമെൻറ്റ്സ്. രണ്ടാമത്തിനകത്ത് ABC, മൂന്നാമത്തിനകത്ത് XYZ. ഈ ഫസ്റ്റ് ടേബിളും രണ്ടാമത്തെ ടേബിളും ഐസോമോർഫിക് എന്ന് പറയാം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ടേബിളിൽ എലമെൻറ്റ്സ് 0, 1, 2 ആണല്ലോ. രണ്ടാമത്തെ ടേബിളിൽ എലമെൻറ്റ്സ് Aയും Bയും Cയും ആണല്ലോ. അതായത് ഫസ്റ്റ് ടേബിളിൽ 0ക്ക് പകരം Aയും 1ന് പകരം Bയും 2ന് പകരം Cയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും, സെയിം ആണ്, ഒരിക്കലും ഒരു വ്യത്യാസമില്ല, ഐഡൻറ്റിക്കലായിരിക്കും രണ്ടും. ഓക്കെ. പക്ഷേ ഈ മൂന്നാമത്തെ ടേബിൾ നോക്കുക, സ്റ്റാർ ഡാഷ്. സ്റ്റാർ ഡാഷിൽ ഈ 0, 1, 2 എന്ന് പറയുന്ന എലമെൻറ്റ് വരും. അതായത് 0ക്ക് പകരം Xും 1ന് പകരം Yയും 2ന് പകരം Zും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേബിളും ഒരുപോലെ അല്ല വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, ഇപ്പം 0, 1, 2 X, Y, Z. ഇവിടെ 1ൻ്റെ പ്ലേസിലാണല്ല ഇവിടെ Y വന്നിരിക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് ഒരു ഓപ്പറേഷൻ ഒന്ന് നോക്കുക. അതാ ഈ 1ഉം 0യും തമ്മിലുള്ള ഓപ്പറേഷൻ, 1ഉം 0യും തമ്മിലുള്ള ഓപ്പറേഷൻ 1 ആണല്ലോ വരുന്നത്. അതായത് 1 + 0 1 ആണ്. അങ്ങനെയെങ്കിൽ അതേ ഐ ഡി വെച്ചിട്ട് Y സ്റ്റാർ ഡാഷ് X എന്ന് പറയുന്നത് Y അല്ലേ വരേണ്ടുള്ളത്. ഓക്കെ. ഈ 1 ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ Y ഈ Xുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ Y ആണ് ഇവിടെ വരേണ്ടുള്ളത്. പക്ഷേ Y ആണ് ഇവിടെ ഉള്ളത് അല്ല, Z ആണ്. ഓക്കെ. അതായത് ഇവിടെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അതായത് ദീസ് ആർ നോട്ട് ഐസോമോർഫിക്. അതുപോലെ തന്നെ ഇതും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവ തമ്മിലും ഐസോമോർഫിക് അല്ല. പക്ഷേ ആദ്യത്തെ 2 എക്സാമ്പിളും അവയുടെ സ്ട്രക്ചറിലും അവയുടെ പ്രോപ്പർട്ടീസിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവ ഐസോമോർഫിക് ആണെന്ന് പറയാം, ഒരുപോലെയാണ് എന്ന് പറയാം. ഇതാണ് ഐസോമോർഫിക് എന്നുള്ള ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ. നമുക്ക് വേണ്ടത് 2 ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഐസോമോർഫിക് ആകാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്. 2 ഗ്രൂപ്പ് വന്നിരിക്കുന്നു, ഓരോ ഗ്രൂപ്പിനും ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ 2 ഗ്രൂപ്പ്സും ഐസോമോർഫിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഐസോമോർഫിക് എന്നുള്ളതിനൊരു മീനിങ് ആണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. നമുക്ക് മീനിങ് അല്ല ആവശ്യമുള്ളത്, നമുക്ക് വേണ്ടത് 2 ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം. ഡെഫിനിഷൻ നോക്കുക. ആൻ ഐസോമോർഫിസം ഫൈ ഫ്രം എ ഗ്രൂപ്പ് G to a group G bar is a 1-to-1 mapping or function from G on to G bar that preserves the group operation. That is phi of AB equal to phi of A into phi of B for all A, B in G. അതായത് ഒരു ഗ്രൂപ്പ് G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് G ബാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പ് ജിയിൽ നിന്നും G ബാറിലോട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഫൈ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ G എന്ന് പറയുന്നതും G ബാർ എന്ന് പറയുന്നതും 2 ഗ്രൂപ്പ് ഐസോമോർഫിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ്, ജിയിൽ നിന്നും G ബാറിലോട്ട് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു 1-to-1 മാപ്പിംഗ് ആയിരിക്കണം. രണ്ടാമത്തത് ഓൺ ടു മാപ്പിംഗ് എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തത്
ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ബി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെന്ന് പറയാം. ഐസോമോർഫിക് എന്ന് പറയുന്നതിന് ജനറലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ആ നടുക്ക് കൊടുത്തിരിക്കുന്ന സാധനം. ദിസ് മീൻസ് ജി ഈസ് ഐസോമോർഫിക് ടു ജി ബാർ എന്നാണ്. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം, രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉടനെ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളുക. അതേപോലെ ഈ പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഫൈ ഓഫ് എ ബി എന്നല്ലേ എഴുതിയിരിക്കുന്നത്, എ ബി, ആ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതേപോലെ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നാണല്ലോ, ആ ഫൈ ഓഫ് എയ്ക്കും ഫൈ ഓഫ് ബിക്കും ഇടയ്ക്കും ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അവിടെ എന്ത് ഓപ്പറേഷനാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് അടുത്ത് വരുന്നത്. ഇത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഓക്കെ, ഇതാ നോക്കുക, ഒരു നോട്ട്. ഫസ്റ്റ് വൺ, ടു ഗ്രൂപ്പ്സ് ജി ആൻഡ് ജി ബാർ ആർ ഐസോമോർഫിക് ഇംപ്ലൈസ് ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബാർ. രണ്ട് ഗ്രൂപ്പ് ജി ജി ബാർ അത് ഐസോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും അവയുടെ ഓർഡർ സെയിം ആയിരിക്കും. സെക്കൻഡ് വൺ, ഫ്രം ഇക്വേഷൻ 1 എന്ന് വെച്ചാൽ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ദ ഓപ്പറേഷൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ സൈൻ ഈസ് ദാറ്റ് ഓഫ് ജി, whereas the operation on the right side is that of G bar. അതായത് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നാണല്ലോ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്ന സാധനം. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സാധനം കണ്ടല്ലോ. ഓക്കെ, അവിടെ ഈ ഫൈ ഓഫ് എ ബി എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ സാധനം, ഓക്കെ, ഫൈ ഓഫ് എ ബി, ആ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ജിയിൽ നിന്നും ജി ഡാഷിലോട്ട്, ജിയിൽ നിന്നും ജി ബാറിലോട്ടാണല്ലോ മാപ്പിംഗ്. അങ്ങനെയെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എയ്ക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജിയുടെ ഓപ്പറേഷൻ ആയിരിക്കും. ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്താണോ അതായിരിക്കും എയ്ക്കും ബിക്കും ഇടയ്ക്ക് വരുന്നത്. റൈറ്റ് സൈഡിൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നാണല്ലോ, ആ ഫൈ ഓഫ് എയ്ക്കും ഫൈ ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ജി ബാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ ആയിരിക്കണം അവിടെ വരേണ്ടുള്ളത്. അതല്ലാതെ വേറെ ഏത് രീതിയിൽ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാലും ഐസോമോർഫിക് അല്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ഇപ്പം ജി എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷനും ജി ബാറിൻ്റെ ഓപ്പറേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ജി എന്ന് പറയുന്നതിൽ നിന്ന് ജി ബാറിലോട്ടാണ് മാപ്പിംഗ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ജിയിൽ നിന്ന് ജി ബാറിലോട്ടാണ്. ജിയുടെ ഓപ്പറേഷൻ ഡോട്ടും ജി ബാറിൻ്റെ ഓപ്പറേഷൻ ഡോട്ടും, രണ്ടും ഓപ്പറേഷൻ ഡോട്ടാണ്. അങ്ങനെയെങ്കിൽ ആ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറും, ഫൈ ഓഫ് എ ഡോട്ട് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഡോട്ട് ഫൈ ഓഫ് ബി. ഓക്കെ, രണ്ടും സെയിം ഓപ്പറേഷൻ ആണ്, അതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. രണ്ടാമത്തത് ജിയുടെ ഓപ്പറേഷൻ ഡോട്ടും രണ്ടാമത്തിൻ്റെ ഓപ്പറേഷൻ പ്ലസും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറും, ഫൈ ഓഫ് എ ഡോട്ട് ബി, ഡോട്ട് എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ, അതാണ് അവിടെ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി. ഫൈ ഓഫ് എയുടെയും ഫൈ ഓഫ് ബിയുടെയും ഇടയ്ക്ക് വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് എങ്ങോട്ടാണോ മാപ്പ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ, അതാണ് അവിടെ വരുന്നത്, ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി. ക്ലിയർ ആണല്ലോ. അടുത്തത് ജിയുടെ ഓപ്പറേഷൻ പ്ലസും ജി ബാറിൻ്റെ ഓപ്പറേഷൻ ഡോട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ പ്ലസ് വരും, ഫൈ ഓഫ് എ പ്ലസ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഡോട്ട് വരും, ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ഇനി രണ്ടും പ്ലസ് ആണെങ്കിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി. ഇതാണ് ആ പ്രോപ്പർട്ടി ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് പറയുന്നതിനകത്ത് വരുന്ന സൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആക്കണം എന്നുണ്ടെങ്കിൽ, ഐസോമോർഫിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഐസോമോർഫിക് ആണെന്ന് തെളിയിക്കാം. അതിന് വേണ്ടുന്ന 4 സ്റ്റെപ്പുകളുണ്ട്. ആ 4 സ്റ്റെപ്പുകളാണ് അടുത്ത് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മാപ്പിംഗ്. അതായത് നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ആ രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലോട്ടുള്ള ഒരു മാപ്പ് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതായത് ജിയും ജി ബാറുമാണ് ഗ്രൂപ്പെങ്കിൽ ജിയിൽ നിന്നും ജി ബാറിലോട്ട് ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യണം, ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തത് ഫംഗ്ഷൻ 1 ആയിരിക്കണം. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആയിരിക്കണം. 1 ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. അതായത് അസ്യൂം ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി. ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും ഈക്വൽ ആണെന്ന് എടുക്കുന്നു, വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എയും ബിയും സെയിം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫൈ 1 ആണ്. അതുപോലെ തന്നെ ഓൺ ടു ആണെന്ന് തെളിയിക്കുന്നത്
നമുക്കിപ്പോൾ ജിയിൽ നിന്നും ജി ബാറിലോട്ടാണല്ലോ മാപ്പിംഗ് എന്ന് പറയുന്നത്, ജിയിൽ നിന്നും ജി ബാറിലോട്ട്. അങ്ങനെയെങ്കിൽ ഇത് ഡൊമൈനും ഇത് കോഡൊമൈനുമാണ്. കോഡൊമൈനിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുക, ജി ബാർ ഇൻ ക്യാപിറ്റൽ ജി ബാർ. ജി ബാർ എന്ന് പറയുന്ന എലമെൻറ്റ് കോഡൊമൈനിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ആൻ എലമെൻറ്റ് ജി ഇൻ ക്യാപിറ്റൽ ജി. ഈ ഡൊമൈൻ ഉണ്ടല്ലോ ജി എന്ന് പറയുന്നത്, അതിൽ നിന്നും ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യണം. ആ എലമെൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫൈ ഓഫ് ജി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോഡൊമൈനിൽ നിന്ന് നമ്മൾ ജി ഡാഷ് എന്ന് പറയുന്ന എലമെൻറ്റിലെ ചൂസ് ചെയ്തത്, ആ എലമെൻറ്റ് കിട്ടണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫൈ എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, +2-നൊക്കെ പഠിക്കുന്നതാണ് കുറേ പ്രോബ്ലംസ്. എന്നാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട, ഇവിടെ 3-4 പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഓപ്പറേഷൻ പ്രിസർവിങ്. പ്രൂവ് ദാറ്റ് ഫൈ ഈസ് ഓപ്പറേഷൻ പ്രിസർവിങ്, ദാറ്റ് ഈസ് ഷോ ദാറ്റ് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫോർ ഓൾ എ ആൻഡ് ബി ഇൻ ജി. അതായത് ഓപ്പറേഷൻ പ്രിസർവിങ് എന്ന് പറയുന്നത് നേരത്തെ ഐസോമോർഫിസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷനാണ് ഓപ്പറേഷൻ പ്രിസർവിങ് എന്ന് പറയുന്നത്. നാലാമത്തത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൽ ഓരോന്നിൻ്റെയും ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഇക്വേഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ 4 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പ് ഏതൊക്കെയാണോ തന്നിരിക്കുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഐസോമോർഫിക് ആണെന്ന് പറയാം. ഈ കണ്ടീഷൻ, അതായത് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഈ ഇക്വേഷന് ഹോമോമോർഫിസം പ്രോപ്പർട്ടി എന്നും പറയാറുണ്ട്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡർ ആർ പ്ലസ് ആൻഡ് ആർ പ്ലസ് ഡോട്ട്. പ്രൂവ് ദാറ്റ് ദ മാപ്പിംഗ് ഫൈ ഈസ് ഫ്രം ആർ ടു ആർ പ്ലസ് ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ ഈസ് ആൻ ഐസോമോർഫിസം. ഇവിടെ നമുക്ക് 2 ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ആർ പ്ലസ്, മറ്റൊന്ന് ആർ പ്ലസ് ഡോട്ട്. അതായത് റിയൽ നമ്പർ വിത്ത് അഡീഷൻ ആൻഡ് പോസിറ്റീവ് റിയൽ നമ്പർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. പ്രൂവ് ദാറ്റ് ദ മാപ്പിംഗ് ഫൈ ഈസ് ഫ്രം ആർ ടു ആർ പ്ലസ് ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ ഈസ് ആൻ ഐസോമോർഫിസം. ആർ പ്ലസും ആർ പ്ലസ് ഡോട്ടും ഐസോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ക്വസ്റ്റിനിൽ തന്നെ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് വെച്ചിട്ട് ഐസോമോർഫിക് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോമോർഫിക് ആണുള്ളത്. ഡിഫൈൻ എ മാപ്പ് ഡിഫൈൻ ചെയ്യണം. അത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഡിഫൈൻ ഫൈ ഈസ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആർ പ്ലസിലോട്ടാണ് മാപ്പ് എന്ന് പറയുന്നത്. ആസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. മാപ്പ് ഡിഫൈൻ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 to 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 to 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫൈ ഓഫ് x1 ഈക്വൽ ടു ഫൈ ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇതാണ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഐഡിയ. സപ്പോസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ, ഫൈ ഓഫ് എക്സും ഫൈ ഓഫ് വൈയും ഈക്വൽ ആണെന്ന് എടുക്കുന്നു. ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ മാപ്പ് നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണ്. അന്നേരം ഫൈ ഓഫ് എക്സിന് ഒരു ഇ റൈസ് ടു എക്സ് കൊടുക്കാമല്ല. അങ്ങനെ ഫൈ ഓഫ് വൈ എന്ന് വെച്ചാൽ ഇ റൈസ് ടു വൈ എന്ന് വരുമല്ലോ. അത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് 2 സെല്ലിൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ലോഗ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് ഇ റൈസ് ടു വൈ എന്ന് വരുമല്ലോ. ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആണ്. ഡയറക്റ്റ് തന്നെ നമുക്ക് എഴുതാം. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ചെയ്ത സമയത്ത്. അന്നേരം ലോഗ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ലോഗ് ഇ റൈസ് ടു വൈ വൈ എന്ന് എഴുതും. അതായത് നമ്മൾ തുടങ്ങിയത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്നുള്ളതായിരുന്നു. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഈസ് 1 to 1. ഫൈ 1 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ജനറൽ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലോട്ടാണ് മാപ്പിംഗ്. ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ വൈയിൽ നിന്നും, അതായത് കോഡൊമൈനിൽ നിന്നും ഒരു എലമെൻറ്റ് എടുക്കുന്നു. വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുന്നു. ദെൻ ദെയർ എക്സിസ്റ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്. അങ്ങനെയെങ്കിൽ ഡൊമൈനിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ഉണ്ടല്ല. ആ ഫംഗ്ഷനിൽ ഡൊമൈനിലെ എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോഡൊമൈനിലെ എലമെൻറ്റ് കിട്ടണം. അങ്ങനെ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാം? ഓൺ ടു ആണെന്ന് പറയാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആറിൽ നിന്ന് ആർ പ്ലസിലോട്ടാണല്ലോ മാപ്പിംഗ്. ആറിൽ നിന്നും ആർ പ്ലസിലോട്ട്, അന്നേരം ആർ പ്ലസ് ആണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈനിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുക. ഓക്കെ, ലെറ്റ് ആർ ബിലോങ്സ് ടു കോഡൊമൈൻ, അതായത് ആർ പ്ലസ്. ദെൻ ദെയർ എക്സിസ്റ്റ് ആൻഡ് എസ് ബിലോങ്സ് ടു ആർ. അങ്ങനെയെങ്കിൽ ഡൊമൈനിൽ എസ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ. ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ ബൈ ദിസ് ഡെഫിനിഷൻ.
ഫൈ ഓഫ് എസ് എന്ന് വെച്ചാൽ ഡൊമൈൻ എലമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ എലമെൻറ്റ് കിട്ടണം. അങ്ങനെ ഒരു എസ് എക്സിസ്റ്റ് ചെയ്യണം, ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അങ്ങനെ എസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതായത് ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ ഇംപ്ലൈസ് ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു എക്സ് എന്നല്ലേ മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫൈ ഓഫ് എസ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു എസ് എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അത് ഇ റൈസ് ടു എസ് ഈക്വൽ ടു ആർ എന്ന് എഴുതി. ഇ റൈസ് ടു എസ് എക്സ്പോണൻഷ്യൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ലോഗ് കൊടുക്കാമല്ല. ലോഗ് കൊടുക്കുമ്പോഴത്തേക്ക് ലോഗ് ഇ റൈസ് ടു എസ് ഈക്വൽ ടു ലോഗ് ആർ എന്ന് വരും. ലോഗ് ഇ റൈസ് ടു എസ് എന്ന് വെച്ചാൽ എന്താണ്, എസ് എന്ന് വരും. അതായത് എസ് ഈക്വൽ ടു ലോഗ് ആർ എന്ന് വരും. ഓക്കെ, അങ്ങനത്തെ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ലോഗ് ആർ നമ്മൾ എസ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ നിന്നാണ് ചൂസ് ചെയ്തത്, എക്സിൽ നിന്നാണ് ചൂസ് ചെയ്തത്, ഡൊമൈനിൽ നിന്നാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോഗ് ആർ എന്ന് പറയുന്ന എലമെൻറ്റ് ആ ഡൊമൈൻ ആറിനകത്തുണ്ടായിരിക്കും. കാര്യം സ്മോൾ ആർ എന്ന് പറഞ്ഞ എലമെൻറ്റ് നമ്മൾ ആർ പ്ലസിൽ നിന്നാണല്ലോ എടുത്തത്. ആർ പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്പർ അല്ലേ. അങ്ങനെയെങ്കിൽ ലോഗ് ആർ, അതായത് ലോഗ് ഓഫ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, ലോഗ് ഓഫ് പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണല്ലോ ലോഗ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോഗ് ഓഫ് പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ആ ലോഗ് ഓഫ് പോസിറ്റീവ് നമ്പർ എവിടെയുണ്ടെന്നാണ് കിട്ടിയത്, എക്സിലുണ്ടെന്ന് കിട്ടി, ഡൊമൈനിലുണ്ടെന്ന് കിട്ടി. അത് ട്രൂ ആണ്. ഓക്കെ, അതായത് നമ്മൾ കോഡൊമൈനിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, അതിനൊരു പ്രീഇമേജ് ഉണ്ടെന്ന് കിട്ടി, ഇതാണ് അതിൻ്റെ മീനിങ്. ആ എലമെൻ്റാണ് ലോഗ് ആർ എന്ന് പറയുന്നത്. അതാണ് ഇത് അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആർ പ്ലസിൽ നിന്നും കോഡൊമൈനിൽ നിന്ന് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഗ് ആർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സിസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ആ ഇക്വേഷനകത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അതായത് ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ എന്നല്ലേ സാറ്റിസ്ഫൈ ഉള്ളത്. ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ, എസ് എന്ന് വെച്ചാൽ നമുക്ക് ലോഗ് ആർ ആണല്ലോ കിട്ടിയത്. അതായത് ഫൈ ഓഫ് എസ് ഈക്വൽ ടു ആർ കിട്ടുമെന്ന് നോക്കാം. അതായത് ഫൈ ഓഫ് എസിന് ഒരു ലോഗ് ആർ കൊടുക്കുന്നത്, അതായത് ഫൈ ഓഫ് ലോഗ് ആർ എന്ന് വരുമല്ല. ഫൈ ഓഫ് ലോഗ് ആർ എന്ന് വെച്ചാൽ ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു എക്സ് ആണ്. എക്സ് ഉള്ളിടത്ത് ലോഗ് ആർ കൊടുക്കുക, അതായത് ഇ റൈസ് ടു ലോഗ് ആർ എന്ന് വരും. ഇ റൈസ് ലോഗ് ആർ എന്ന് വെച്ചാൽ എന്താണ്, ആർ ആണ്. അതായത് കോഡൊമൈനിൽ എലമെൻറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഈസ് ഓൺ ടു, അതായത് ഫൈ ഓൺ ടു ആണ്. ഓക്കെ ആണല്ലോ. കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇത്തിരി ഇരുന്ന് ചിന്തിക്കണം, എന്നാലേ ഓൺ ടു എൻ്റെ ഒരു കാര്യം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അറിയാവുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്കേ ഉള്ളത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. വിഷമിക്കാനൊന്നുമില്ല, നമ്മൾ ഇനിയും കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓൺ ടു ആണെന്ന് തെളിയിക്കുന്നത് ഇനിയും വരുന്നുണ്ട്. കൂടുതലൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓപ്പറേഷൻ പ്രിസർവിങ് എന്ന് പറയും. അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ രണ്ട് ഗ്രൂപ്പുകളും ഐസോമോർഫിക് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഫോർ എവറി എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ, ആറിൽ നിന്ന് രണ്ട് എലമെൻറ്റ് എടുക്കുന്നു, ഡൊമൈനിൽ നിന്ന് രണ്ട് എലമെൻറ്റ് എടുക്കുന്നു, എക്സ് കോമ വൈ എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് തെളിയിക്കണം. കാര്യം ഇവിടെ പ്ലസ്സും ഇവിടെ ഡോട്ടും വരാനുള്ള റീസൺ മനസ്സിലാക്കണം. പ്ലസ് എന്ന് പറയുന്ന ഇവിടെ വരുന്നത് ഡൊമൈനിലെ ഓപ്പറേഷൻ എന്താണോ അതാണ് പ്ലസ്, അതാണ് ഇവിടെ വരുന്നത്. കോഡൊമൈനിലെ ഓപ്പറേഷൻ ഡോട്ടാണ്, ഇൻറ്റു ആണ്, അതാണ് ഇവിടെ വരുന്നത്. അതായത് ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്നാണ് തെളിയിക്കാനുള്ളത്. അത് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു എക്സ് എന്നാണ്. അന്നേരം ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ എന്ന് വരും. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ എന്ന് എഴുതാമല്ലോ. ഇ റൈസ് ടു എക്സ് എന്ന് വെച്ചാൽ ഫൈ ഓഫ് എക്സ് ആണല്ലോ, ഇൻറ്റു ഇ റൈസ് ടു വൈ എന്ന് വെച്ചാൽ ഫൈ ഓഫ് വൈ ആണല്ലോ. അതായത് ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് കിട്ടി. അതായത് ഓപ്പറേഷൻ പ്രിസർവിങ് ആണ്, അതായത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. സോ ദ ഗിവൺ ഗ്രൂപ്പ്സ് ആർ ഐസോമോർഫിക്, ഹെൻസ് ആർ ഈസ് ഐസോമോർഫിക് ടു ആർ പ്ലസ്. ഇതാണ് ഐസോമോർഫിക്കും തെളിയിക്കുന്ന 4 സ്റ്റെപ്പുകളും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് വൺ, കൺസിഡർ ജി പ്ലസ് ആൻഡ് ജി ബാർ ഡോട്ട്. പ്രൂവ് ദാറ്റ് ദ മാപ്പിംഗ് ഫൈ ഈസ് ഫ്രം ജി ടു ജി ബാർ ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി ഈസ് ആൻ ഐസോമോർഫിസം. ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്പറേഷൻ പ്ലസും രണ്ടാമത്തെ ഓപ്പറേഷൻ ഡോട്ടുമാണ്. മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജിയിൽ നിന്ന് ജി ബാറിലോട്ടാണ്. ഫൈ ഓഫ് എക്സ് 2 റൈസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അത് ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം മാപ്പ് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ഫൈ ഈസ് ഫ്രം ജി ടു ജി ബാർ ആസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ജി. ഇത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എഴുതി വെച്ചു. സെക്കൻഡ് വൺ 1 ആണ് തെളിയിക്കണം. സപ്പോസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ. ഫൈ ഓഫ് എക്സും ഫൈ ഓഫ് വൈയും സെയിം എന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ എക്സും വൈയും ഈക്വൽ ആണ് തെളിയിച്ചാൽ മതി. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് 2 റൈസ് ടു എക്സ് ഈക്വൽ ടു 2 റൈസ് ടു വൈ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇത് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് രണ്ട് സൈഡിലും ലോഗ് ബേസ് 2 അപ്ലൈ ചെയ്യുന്നു. ലോഗ് ബേസ് 2 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ലോഗ് 2 റൈസ് ടു എക്സ് ടു ദി ബേസ് 2 ഈക്വൽ ടു ലോഗ് 2 റൈസ് ടു വൈ ടു ദി ബേസ് 2.
ലോഗ് 2 അപ്ലൈ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന സാധനം എക്സ്പൊണൻ്റ് അല്ലേ, രണ്ട് എക്സ്പൊണൻ്റ് ഫംഗ്ഷനാണ് എക്സ്പൊണൻ്റ്. അത് എ റൈസ് ടു ബി എന്നുള്ള ഫോമിൽ എഴുതിയിരിക്കുന്ന സാധനമാണ്, എക്സ്പൊണൻ്റ് ആണ്. ഓക്കെ, ആ എക്സ്പൊണൻ്റ് ബേസ് എന്ന് പറയുന്നത് 2 അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് ലോഗ് എഴുതേണ്ട കാര്യം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട 3 പ്രോപ്പർട്ടി ഉണ്ട്, ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇവിടെ രണ്ടാമത്താണ് അപ്ലൈ ചെയ്യുന്നത്. ലോഗ് ബി റൈസ് ടു എക്സ് ടു ദി ബേസ് ബി. ഓക്കെ, ബി റൈസ് ടു എക്സ്, ആ ബിയും ബേസ് ബിയും അത് രണ്ടും സെയിം ആണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എഴുതാം എക്സ് ആണ്. ഓക്കെ, അങ്ങനെ എഴുതാം. അതേ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലോഗ് 2 റൈസ് ടു എക്സ് ടു ദി ബേസ് 2, ലോഗ് 2 റൈസ് ടു വൈ ടു ദി ബേസ് 2. ദാറ്റ് ഇംപ്ലൈസ് എക്സ് എന്ന് ഡയറക്റ്റ് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വൈ എന്ന് എഴുതാം. അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഫൈ ഈസ് 1 to 1, ഫൈ 1 1 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. തേർഡ് വൺ ഫൈ ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ഫൈ ഓൺ ടു ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ കോഡമയിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു, ജി ബാറിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജി ബാറിൽ നിന്ന് എടുക്കുന്നു. ജി എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ജി ബാറാണ്, ജി ബാറിൽ നിന്ന് എടുക്കുന്നു. ദെൻ ദെയർ എക്സിസ്റ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യണം. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിൽ എക്സിസ്റ്റ് ചെയ്യണം, സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിനകത്ത് ഡൊമൈനിലെ എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോഡൊമൈനിൽ നിന്നും നിങ്ങൾ എടുത്ത എലമെൻറ്റ് കിട്ടണം. അങ്ങനൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ കോഡൊമൈനിൽ നിന്ന് എടുക്കുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് തെളിയിക്കണം. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് തെളിയിക്കണം. അതിന് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് തന്നെ ആ ഇക്വേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ അവിടെ എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റാത്തൊരു. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ, ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മളിലുണ്ട് 2 റൈസ് ടു എക്സ് ആണ്. അതായത് 2 റൈസ് ടു എക്സ് ഈക്വൽ ടു വൈ എന്ന് വരും. ഓക്കെ, എക്സ്പൊണൻ്റെ ബേസ് 2 അല്ലേ കിടക്കുന്നത്, അന്നേരം ലോഗ് ബേസ് 2 അപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. അന്നേരം ലോഗ് 2 റൈസ് ടു എക്സ് ടു ദി ബേസ് 2 ഈക്വൽ ടു ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് വരും. ലോഗ് 2 റൈസ് ടു എക്സ് ടു ദി ബേസ് 2 എന്ന് വെച്ചാൽ എക്സ് ആണ് പ്രോപ്പർട്ടി. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് കിട്ടുമല്ലോ. അതായത് എക്സിനൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്തു, ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഡൊമൈനിൽ നിന്ന് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രീ ഇമേജ് എക്സ് എന്ന് പറയുന്നൊരു പ്രീ ഇമേജ്, അതായത് ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് പറയുന്നൊരു പ്രീ ഇമേജ് എക്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ, അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അങ്ങനൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈ എന്തുമായിരിക്കും, ഓൺ ടു ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. വൈ എന്ന് പറയുന്നത് ജി ഡാഷിൽ നിന്നും കോഡമയിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് അതായത് ഇപ്പം കിട്ടിയ ഈ എക്സ്, അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഇക്വേഷനല്ലേ സാറ്റിസ്ഫൈ ചെയ്യേണ്ടുള്ളത്. ആ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് പകരം ഈ വാല്യൂ കൊടുക്കുക. എക്സിന് പകരം ഈ ലോഗ് വൈ ടു ദി ബേസ് 2 കൊടുക്കുമ്പോഴത്തേക്ക് ജി ഡാഷിലെ വൈ എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സിന് ഒരു ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ 2 റൈസ് ടു എക്സ് ആണ്. അന്നേരം എക്സിന് ഒരു ലോഗ് വൈ ടു ദി ബേസ് 2 കൊടുക്കുക. അതായത് 2 റൈസ് ടു ലോഗ് വൈ ടു ദി ബേസ് 2. 2 റൈസ് ടു ലോഗ് വൈ ടു ദി ബേസ് 2 എന്ന് വെച്ചാൽ എന്താണ്, വൈ തന്നെയാണ്. ബൈ ദി തേർഡ് പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം, എന്താ അവിടെ തേർഡ് പ്രോപ്പർട്ടി എഴുതി വെച്ചിട്ടുണ്ട്, ബി റൈസ് ടു ലോഗ് എക്സ് ടു ദി ബേസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അന്നേരം വൈ എന്ന് വരുമല്ലോ. അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയില്ലയോ, അതിൻ്റെ ഡെഫിനിഷൻ ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഈസ് ഓൺ ടു. ക്ലിയർ ആയല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, 3 സ്റ്റെപ്പായി. ഇനി ഗ്രൂപ്പ് ഐസോമോർഫിക് ആണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഫൈ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ഡൊമൈൻ ജിയിൽ നിന്നും 2 എലമെൻറ്റ് എടുക്കുന്നു, എക്സും വൈ. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. പ്ലസ് എന്ന് പറയുന്നത് ജിയിലെ ഓപ്പറേഷനും ഇൻറ്റു എന്ന് പറയുന്നത് ജി ബാറിലെ ഓപ്പറേഷനും. ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ 2 റൈസ് ടു എക്സ് പ്ലസ് വൈ എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു വൈ എന്ന് വരും. അതായത് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് എഴുതാം. ദസ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. ഹെൻസ് ജി പ്ലസ് ഈസ് ഐസോമോർഫിക് ടു ജി ഡോട്ട്. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമൈൻ വെദർ ദി ഫോളോയിങ് ഫംഗ്ഷൻ ആർ അണ്ടർ അഡീഷൻ to itself given by phi of x equal to x cube is an isomorphism or not. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ്. ടു ഇറ്റ് സെൽഫ് ആർ പ്ലസ്, ആറിൻ്റെ ഓപ്പറേഷൻ അഡീഷൻ ആണ് ആർ പ്ലസ്, അത് ആ സെയിം ഗ്രൂപ്പിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നു. ആർ പ്ലസ് എന്ന് പറയുന്നത് ആർ പ്ലസിലോട്ട് തന്നെയാണ് മാപ്പിംഗ്. ഓക്കെ, ആ മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അങ്ങനെയെങ്കിൽ ആർ പ്ലസ് ഈസ് ഐസോമോർഫിക് ടു ആർ പ്ലസ് ആണോ ഇല്ലയോ എന്നാണ് തെളിയിക്കാനുള്ളത്.
അതിന് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈ എന്ന് പറയുന്ന ആറിൽ നിന്ന് ആറിലോട്ടാണ്. ആസ് ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ്. സപ്പോസ് ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈ ഓഫ് ഫൈ. സെക്കൻഡ് സ്റ്റെപ്പ് 1 ആണ് നല്ല തെളിയിക്കാനുള്ളത്. ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈ ഓഫ് ഫൈ ഇംപ്ലൈസ് എക്സ് ഈക്വൾ വൈ എന്ന് തെളിയിച്ചാൽ മതി. ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അങ്ങനെയെങ്കിൽ ഫൈ ഓഫ് ഫൈ എന്ന് പറയുന്നത് വൈ ക്യൂബ് ആയിരിക്കും. എക്സ് ക്യൂബ് ഈക്വൾ ടു വൈ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ട്രൂ ആയിരിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൾ ടു വൈ. അതായത് ഏത് നമ്പർ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഈക്വൾ ടു വൈ. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഈസ് 1 to 1. 1 1 ആണെന്ന് കിട്ടി. അതേസമയം ക്വസ്റ്റ്യൻ ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇത് തെറ്റാണ്. ഫൈ ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ 1 1 ആയിരിക്കത്തില്ല. അതായത് ഗ്രൂപ്പ് ഐസോമോർഫിക് ആയിരിക്കത്തില്ല. കാര്യം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എക്സാമ്പിൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ്. നിങ്ങൾ +2-നും 1 1 അല്ല എന്ന് തെളിയിക്കാനായിട്ട് സാറന്മാരൊക്കെ പറഞ്ഞിരുന്നൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ് സ്ക്വയറിന് 2 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കുന്നു. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലോ. അതുപോലെ തന്നെ എക്സിന് -2 കൊടുക്കുന്നു. -2ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 4 തന്നെയാണ് വരുന്നത്. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വരുന്നു. ഡിഫറൻറ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? 1 1 അല്ല. ഓക്കെ, അതായത് എക്സ് സ്ക്വയറിൻ്റെ കേസ് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതാണ് എക്സ് സ്ക്വയറും എക്സ് ക്യൂബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് 1 1 ആയിരിക്കും. എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 1 1 അല്ല. അത് ഈ എക്സാമ്പിൾ പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത തേർഡ് വൺ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സെയിം ഗ്രൂപ്പിലോട്ടാണല്ലോ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ടും ആറാണ്. R to R ആണ്. അതായത് കോഡമൈനും ആറാണ്, ഡൊമൈനും ആറാണ്. ആറിൽ നിന്നൊരു എലമെൻറ്റ് എടുക്കുന്നു, എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഡൊമൈനിൽ നിന്നും നിങ്ങളൊരു എലമെൻറ്റ് എടുക്കുമ്പോൾ ഡൊമൈനിൽ നിന്നും ഒരു എലമെൻറ്റ് എടുത്ത് ആ എലമെൻറ്റാണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന എലമെൻറ്റ്. ഓക്കെ, നിങ്ങളുടെ മാപ്പിനകത്ത് ആ എലമെൻറ്റ് ഡൊമൈനിൽ നിന്നുമുള്ള എലമെൻറ്റ് ഈ മാപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോഡൊമൈനിലെ എലമെൻറ്റ് എക്സ് എന്ന് കിട്ടണം. അങ്ങനെ ഒരു എലമെൻറ്റ് റിയൽ നമ്പറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പറാണ് x⁻⁴ എന്ന് പറയുന്നത്. ഫൈ ഓഫ് x⁻⁴ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഫൈ ഓഫ് x⁻⁴ ഈക്വൽ ടു നമ്മളുടെ മാപ്പ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നല്ലേ. ഓക്കെ, അതായത് ഫൈ ഓഫ് x⁻⁴ ആകുമ്പം x⁻⁴ ദ ഹോൾ ക്യൂബ്. x⁻⁴ ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എക്സ് എന്നാണല്ലോ വരുന്നത്. അതല്ലേ ഇത് അവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഫൈ ഓഫ് ഏതോ ഒരു ഡൊമൈനിലെ എലമെൻറ്റിന് എക്സ് കിട്ടണം. അങ്ങനെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഡൊമൈനിൽ എന്നാണ് അറിയാനുള്ളത്. അങ്ങനെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. x⁻⁴ എന്ന് പറയുന്നൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫൈ ഓഫ് x⁻⁴ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. സോ അങ്ങനെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫൈ എന്തോ ആണ്? ഓൺ ടു ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഫോർ എവരി x, y ബിലോങ്സ് ടു R, ഫൈ ഓഫ് x+y ഈക്വൽ ടു ഫൈ ഓഫ് x+y ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് കിട്ടാനുള്ളത്? ഫൈ ഓഫ് x+y ഈക്വൽ ടു രണ്ടിൻ്റെ ഓപ്പറേഷൻ പ്ലസ് ആണല്ലോ. അന്നേരം ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് കിട്ടണം. അങ്ങനെയെങ്കിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഈ രണ്ട് ഗ്രൂപ്പ് എന്താണ്? ഐസോമോർഫിക് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈ ഓഫ് x+y ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ക്യൂബ് ആണ്. അങ്ങനെ ഫൈ ഓഫ് x+y എന്ന് വെച്ചാൽ x+y ദ ഹോൾ ക്യൂബ് എന്ന് വരും. ക്ലിയർ അല്ലേ? x+y ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യാം. x+y ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് a+b ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ് എന്ന് വരും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. അതിനെ ഒരിക്കലും ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. കാര്യം ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് അല്ലേ. ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ക്യൂബ് അല്ലേ. അതാണ് ഇതായി എഴുതിയിരിക്കുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ആ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്നാണ് നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് കിട്ടേണ്ടതുള്ളത്. പക്ഷേ ഈ സാധനത്തിന് ഇക്വലൻ്റ് ആയിട്ട് കിട്ടിയത് എന്താണ്? ഈ സാധനമാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ടേമാണ്. ഓക്കെ, ആ ടേം ഇതിന് ഈക്വൽ ആണോ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിന് ഈക്വൽ ആണോ? അല്ല. Therefore homomorphism property is not satisfied. Hence R plus is not isomorphic to R plus. അത് രണ്ടും എന്തോ അല്ല? ഐസോമോർഫിക് അല്ല. അടുത്തൊരു എക്സാമ്പിൾ. Let G equal to SL of 2, R, the group of 2x2 real matrices with determinant 1. SL of 2R എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് എന്ന് പറയും. 2 എന്ന് പറയുന്നത് ആ മെട്രിസസിൻ്റെ ഓർഡറാണ്. 2x2 മെട്രിസസ് ആണ്. R എന്ന് പറയുന്നത് ആ മെട്രിസിനകത്തുള്ള എലമെൻറ്റ്സ് ആണ്, അതായത് എൻട്രീസ് ആണ്, അത് റിയൽ നമ്പേഴ്സ് ആണ് അതിനകത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ്മെൻറ്റിൽ തരത്തില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ ഡിറ്റർമിനൻറ്റ് 1 ആയിട്ടുള്ള ഒരു 2x2 മെട്രിസസ് ആണ് SL of 2R എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലെറ്റ് എം ബി എനി 2x2 മെട്രിക്സ്. എം എന്ന് പറയുന്നത് ഏതോ ഒരു 2x2 മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. ദെൻ വി ക്യാൻ ഡിഫൈൻ എ മാപ്പ് G to G. ജിയിൽ നിന്ന് ജിയിലോട്ടൊരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഫൈ എം ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു എം എ എം ഇൻവേഴ്സ്. ഫോർ ഓൾ എ ഇൻ ജി പ്രൂവ് ദാറ്റ് ഫൈ എം ഈസ് ആൻ ഐസോമോർഫിസം. അങ്ങനെ ഫൈ എം ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം.
ക്വസ്റ്റിനൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമുക്കിവിടെ SL(2R) എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആ G എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് G എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ടാണ് മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് SL(2R)ൽ നിന്നും SL(2R)ലോട്ട് തന്നെയാണ് മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ടിൻ്റെയും ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ SL(2R) പ്ലസ് ഈസ് ഐസോമോർഫിക് ടു SL(2R) പ്ലസ്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതിന് ആദ്യം ജിയിൽ നിന്നും ജിയിലോട്ടാണ് മാപ്പ് എന്ന് പറയുന്നത്. ആ മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. φm ഓഫ് A = MAM ഇൻവേഴ്സ്. അടുത്തത് 1 ആണ് തെളിയിക്കണം. 1 ആണ് തെളിയിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം സൈഡിൽ എഴുതിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാം എന്താണെന്നുള്ളത്. അതായത് φm ഓഫ് A എന്ന് പറയുന്നത് MAM ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. φm ഓഫ് A എന്ന് പറയുന്നത് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ MAM ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയണമെന്നില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. കാര്യം SL(2R) എന്ന് പറയുന്നതാണല്ലോ G എന്ന് പറയുന്നത്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണല്ലോ. അതുപോലെ തന്നെ M എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെയും പ്രത്യേകത ഡിറ്റർമിനൻറ്റ് 1 ആണെന്നാണ്. അത് 2/2 മെട്രിസസ് ആണ്. ഈ M എന്ന് പറയുന്ന 2/2 മെട്രിസസും ഡിറ്റർമിനൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതും ജിയിലെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. കാര്യം G എന്ന് പറയുന്ന SL(2R) എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പ്രത്യേകത, ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയും ഈ എമ്മിൻ്റെ പ്രത്യേകതയും സെയിം ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കാര്യം രണ്ടും 2/2 മെട്രിക്സ് ആണ്, ഡിറ്റർമിനൻറ്റ് 1 ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ MAM ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആകാൻ, SL(2R)ലെ എലമെൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സാധ്യത എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് കിട്ടിയാൽ മതി. ഡിറ്റർമിനൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതും SL(2R)ലെ എലമെൻ്റ് ആയിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് MAM ഇൻവേഴ്സ്. ഡിറ്റർമിനൻറ്റ് ഓഫ് MAM ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 3 ആയിട്ട് ഡിറ്റർമിനൻറ്റ് അപ്ലൈ ചെയ്യാം. അത് ഡിറ്റർമിനൻറ്റ് ഓഫ് M ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് M ഇൻവേഴ്സ്. ഡിറ്റർമിനൻറ്റ് ഓഫ് M ഇൻവേഴ്സിന് ഡിറ്റർമിനൻറ്റ് ഓഫ് M ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതായത് ഒരു മെട്രിസസ്, ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇൻവേഴ്സും സെയിം ആയിരിക്കും. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് M ഇൻവേഴ്സിന് ഡിറ്റർമിനൻറ്റ് ഓഫ് M ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതാണ് അതിനെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് M അത് 1 ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് SL(2R) എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് M എന്ന് വെച്ചാൽ 1 ആണെന്ന് അറിയാം. 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്. അതായത് 1 × 1 × 1, അതായത് 1 എന്ന് കിട്ടും. ഓക്കെ, അത് ഡിറ്റർമിനൻറ്റ് ഓഫ് MAM ഇൻവേഴ്സ് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ MAM ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? SL(2R) എലമെൻ്റ് ആയിരിക്കും. അതാണൊന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇനി നമുക്ക് 1 ആണ് തെളിയിക്കണം. സപ്പോസ് φm ഓഫ് A = φm ഓഫ് B. φm ഓഫ് A = φm ഓഫ് B ആണെന്നുണ്ടെങ്കിൽ എയും ബിയും സെയിം ആയിരിക്കണം. അങ്ങനെയെങ്കിൽ 1 ആയി. φm ഓഫ് A എന്ന് വെച്ചാൽ MAM ഇൻവേഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു MBM ഇൻവേഴ്സ് എന്ന് എഴുതാം. ശരിയാണല്ലോ? ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് M ക്യാൻസൽ ആവും. അതായത് AM ഇൻവേഴ്സ് = BM ഇൻവേഴ്സ് എന്ന് വരും. ശരിയാണല്ലോ? എഗെയിൻ ബൈ റൈറ്റ് ക്യാൻസലേഷൻ, M ഇൻവേഴ്സ് ക്യാൻസലായി പോകുമ്പോഴത്തേക്ക് റൈറ്റ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് A = B എന്ന് കിട്ടുമല്ലോ. അതായത് φm ഓഫ് A = φm ഓഫ് B ഇംപ്ലൈസ് A = B എന്ന് കിട്ടി. ദാറ്റ് മീൻസ് φm ഈസ് 1:1. φm 1:1 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് on2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് SL(2R)ൽ നിന്നും SL(2R)ലോട്ടാണല്ലോ മാപ്പിംഗ്. അതായത് ജിയിൽ നിന്ന് ജിയിലോട്ടാണല്ലോ മാപ്പിംഗ്. കോഡൊമൈൻ ജിയിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുന്നു, B എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എവിടെ നിന്ന് എലമെൻറ്റ് കണ്ടുപിടിക്കണം? ഒരു പ്രീമേജ് സ്റ്റാർട്ടിങ്, അതായത് ഡൊമൈൻ എന്ന് പറയുന്ന ജിയിൽ നിന്നും SL(2R)ൽ നിന്നും ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു എലമെൻറ്റ് A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് φm ഓഫ് A = B. ഓക്കെ, അതായത് φm എന്ന് പറയുന്ന മാപ്പിൽ ഡൊമൈനിലെ എലമെൻറ്റ് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B കിട്ടണം. അങ്ങനെ ഒരു A എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്കറിയാനുള്ളത്. അത് φm ഓഫ് A = B എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. φm ഓഫ് A എന്ന് വെച്ചാൽ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് MAM ഇൻവേഴ്സ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു B. രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഓരോ M ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുന്നു. M ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് M ഇൻവേഴ്സ് ഇൻറ്റു M ഇൻവേഴ്സ് ഇൻറ്റു M എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ആവുമല്ലോ. അത് പോകും ബാക്കി AM ഇൻവേഴ്സ് വിച്ച് ഈക്വൽ ടു M ഇൻവേഴ്സ് B എന്ന് വരും. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഇംപ്ലൈസ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ M അപ്ലൈ ചെയ്യുന്നു. M അപ്ലൈ ചെയ്യുമ്പോൾ AM ഇൻവേഴ്സ് M = M ഇൻവേഴ്സ് BM എന്ന് വരും. ഓക്കെ, ഇവിടെ വീണ്ടും M ഇൻവേഴ്സ് M എന്ന് വരത്തില്ലയോ? അത് ഐഡൻറ്റിറ്റി ആയി പോകും. ദാറ്റ് ഇംപ്ലൈസ് A = M ഇൻവേഴ്സ് BM. A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കിട്ടി, M ഇൻവേഴ്സ് BM. ഓക്കെ, ആ എലമെൻ്റ് എന്ന് പറയുന്നത് എവിടെ ഉള്ളത് തന്നെ ആയിരിക്കും? ജിയിലുള്ളത് തന്നെ ആയിരിക്കും. ജി എന്ന് വെച്ചാൽ എന്താണ്? SL(2R) എലമെൻ്റ് ആണ്. കാര്യം M ഇൻവേഴ്സ് BM എന്ന് പറയുന്നത് SL(2R) എലമെൻറ്റ് തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? 1 ആണ്. കാര്യം MBM ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ ആദ്യം സൈഡിൽ എഴുതി കാണിച്ചായിരുന്നു. അങ്ങനെയെങ്കിൽ M ഇൻവേഴ്സ് BM 1 തന്നെയായിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് M ഇൻവേഴ്സ് BM എന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഡിറ്റർമിനൻ്റ് ഓഫ് M ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് B ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് M.
ഡിറ്റർമിനൻറ്റ് ഓഫ് എം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എം ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാമല്ലോ. ഡിറ്റർമിനൻറ്റ് ഓഫ് എം 1 ആയതുകൊണ്ട് 1 ഇൻവേഴ്സ് 1 തന്നെയാണ്. ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് SL(2R) എലമെൻ്റ് ആണല്ലോ, അങ്ങനെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. അതായത് 1 × 1 1 എന്ന് കിട്ടി. പിന്നുള്ളത് ഡിറ്റർമിനൻറ്റ് ഓഫ് എമ്മിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിന് അന്നേരം 1 × 1 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുമല്ലോ. അതായത് എം ഇൻവേഴ്സ് BM എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? SL(2R) എലമെൻ്റാണ്. അതായത് എ എന്ന് പറയുന്ന ഡൊമൈനിൽ ഒരു എലമെൻറ്റ് കോഡൊമൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് φm ഓഫ് എ എന്ന് പറയുന്നത് എന്തുവാണ്? ഓൺ ടു ആണ്. ക്ലിയർ ആയല്ലോ. അതിൻ്റെ വേരിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എയ്ക്ക് പകരം നമുക്ക് കിട്ടിയ എം ഇൻവേഴ്സ് BM ഉണ്ടല്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോഡൊമൈനിലെ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്തേക്കുക. അതുകൂടെ വേണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ശരിയാണോ ഇല്ലയോ എന്നറിയാമല്ല. φm ഓഫ് എ ഈക്വൽ ടു എയ്ക്ക് വരെ എം ഇൻവേഴ്സ് BM കൊടുത്തു. φm ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് എ ആയിട്ട് എടുക്കുക. φm ഓഫ് എ എന്ന് പറഞ്ഞാൽ എം എ എം ഇൻവേഴ്സ് എന്നാണ്. അന്നേരം എ ഉള്ളിടത്ത് എം ഇൻവേഴ്സ് BM കൊടുക്കുക. എം എ എം ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇത് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എം ഇൻറ്റു എന്ന് പറഞ്ഞാലേ കിടക്കുന്നത് ഇത് എം, ഇത് എ ആയിട്ട് എടുക്കുക. ഇത് ബി, ഇത് സി ആയിട്ട് എടുക്കുക. അന്നേരം എ ഇൻറ്റു ബി സി എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. അന്നേരം എ ബി ഇൻറ്റു സി എന്ന് എഴുതാം. അതായത് എം ഇൻവേഴ്സ് ഇൻറ്റു BM ഇൻറ്റു എം ഇൻവേഴ്സ് എന്ന് വരും. എം ഇൻവേഴ്സിന് അതേപോലെ തന്നെ കിട്ടും ഈ സാധനം. ഇവിടെ എം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ആയി പോകും. ബാക്കി BM ഇൻറ്റു എം ഇൻവേഴ്സ് എന്ന് വരും. അവിടെ വീണ്ടും എ ബി ഇൻറ്റു സി എന്നുള്ള ഫോമിലല്ലേ, അതിനെ എ ഇൻറ്റു ബി സി എന്നാക്കുന്നു. ഇത് വീണ്ടും ഐഡൻറ്റിറ്റി ആയി പോകും, വിച്ച് ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. അത് φm ഓഫ് എ ഈക്വൽ ടു ബി എന്ന് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് φ ഈസ് ഓൺ ടു. ക്ലിയർ ആണല്ലോ. അത് വെരിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഫോർത്ത് സ്റ്റെപ്പ് ഹോമോമോർഫിസം ആണെന്ന് തെളിയിക്കണം. ഹോമോമോർഫിസം ആണെന്ന് തെളിയിക്കാനായിട്ട് 2 എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു. A, B belongs to G. അങ്ങനെയെങ്കിൽ φm ഓഫ് എ ബി ഈക്വൽ ടു φm ഓഫ് എ ഇൻറ്റു φm ഓഫ് ബി എന്ന് കിട്ടണം. കാര്യം SL(2R)ൻ്റെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. φm ഓഫ് എ ബി ആകുമ്പോഴത്തേക്ക് φm ഓഫ് എ എന്ന് വെച്ചാൽ എം എ എം ഇൻവേഴ്സ്. എക്ക് ഒരു എ ബി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്നേരം എ ഉള്ളിടത്ത് എ ബി കൊടുക്കുക. അതായത് എം എ ബി എം ഇൻവേഴ്സ്. അവിടെ ഇതൊന്ന് കമ്പൈൻ ചെയ്യുന്നു. എം എ ബി എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഈ എം ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി സി എന്നുള്ള ഫോമിലാണ്. അതിനെ എ ബി ഇൻറ്റു സി എന്നാക്കുന്നു. അതായത് എം എ ഇൻറ്റു ബി ഇൻറ്റു എം ഇൻവേഴ്സ് എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ. വീണ്ടും അതിനകത്ത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇതവിടെ എം എ ഇൻറ്റു ബി ഇൻറ്റു എം ഇൻവേഴ്സ് എന്നല്ലേ. അതായത് ഇത് കിടക്കുന്നത് എ ബി ഇൻറ്റു സി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഇത് എ, ഇത് ബി, ഇത് സി. എ ബി ഇൻറ്റു സി. എ ബി ഇൻറ്റു സി എ ഇൻറ്റു ബി സി എന്ന് എഴുതാനല്ല. എ എന്ന് വെച്ചാൽ എം എ ഇൻറ്റു ബി സി എന്ന് വെച്ചാൽ ബി എം ഇൻവേഴ്സ്. അതായത് എം എ ഇൻറ്റു ബി എം ഇൻവേഴ്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. എം എ ഇൻറ്റു ബി എം ഇൻവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ കൊണ്ട് വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. അത് എം എ ഇൻറ്റു ഐ ഇൻറ്റു ബി എം ഇൻവേഴ്സ്. ഞാൻ എപ്പോൾ എഴുതിയിട്ടില്ല. ഐക്ക് വരും എം ഇൻവേഴ്സ് അല്ലെങ്കിൽ എം ഇൻവേഴ്സ് എം എന്ന് കൊടുക്കാമല്ലോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എം എ ഇൻറ്റു എം ഇൻവേഴ്സ് എം ഇൻറ്റു ബി എം ഇൻവേഴ്സ്. വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇവിടെ എം എ ഇൻറ്റു എം ഇൻവേഴ്സ് എം എന്നാണ്. അതായത് ഇത് എ, ഇത് ബി, ഇത് സി. എ ഇൻറ്റു ബി സി. എ ഇൻറ്റു ബി സി എ ബി ഇൻറ്റു സി എന്ന് എഴുതാനല്ല. അത് എ ബി എന്ന് വെച്ചാൽ എം എ എം ഇൻവേഴ്സ് ഇൻറ്റു സി. ഇപ്പോൾ എ ബി ഇൻറ്റു സി. ബാക്കി ബി എം ഇൻവേഴ്സ് അതേപോലെ ഇട്ടു. വീണ്ടും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഇത് എ ആയിട്ട് എടുക്കുന്നു. എം എ എം ഇൻവേഴ്സ്. ഈ എം എന്ന് പറയുന്നത് ബി ആയിട്ട് എടുക്കുന്നു. ഇത് സി ആയിട്ട് എടുക്കുന്നു. അന്നേരം എ ബി ഇൻറ്റു സി എന്നുള്ള ഫോമിലാണ് നടക്കുന്നത്. എ ബി ഇൻറ്റു സി എ ഇൻറ്റു ബി സി എന്ന് എഴുതാനല്ല. അത് എ എന്ന് വെച്ചാൽ എം എ എം ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു സി. ബി ഇൻറ്റു സി എന്ന് വെച്ചാൽ എം ബി എം ഇൻവേഴ്സ്. അത് എം എ എം ഇൻവേഴ്സ് ഇൻറ്റു എം ബി എം ഇൻവേഴ്സ് എന്ന് കിട്ടിയല്ല. എം എ എം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ φm ഓഫ് എ, എം ബി എം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ φm ഓഫ് ബി. അതായത് φm ഓഫ് എ ബി ഈക്വൽ ടു φm ഓഫ് എ ഇൻറ്റു φm ഓഫ് ബി എന്ന് കിട്ടിയല്ല. അത് φm എന്ന് പറഞ്ഞാൽ ഐസോമോർഫിസം ഫോം ചെയ്തു ഫ്രം ജി ടു ഇറ്റ് സെൽഫ്. ഇത്രയുള്ള സംഭവം. ക്ലിയർ ആണല്ലോ. 2 റിസൾട്ട് ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ, എനി ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ഇസഡ്. ഏതൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് ഇസഡിന് ഐസോമോർഫിക് ആയിരിക്കും. രണ്ടാമത്തത്, എനി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് വിച്ച് ഈസ് ഓഫ് ഓർഡർ എൻ ഈസ് ഐസോമോർഫിക് ടു ഇസഡ് എൻ. ഏതൊരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും, സൈക്ലിക് ഗ്രൂപ്പ് ആകണേ, ആ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസഡ് എന്നിന് ഐസോമോർഫിക് ആയിരിക്കും. ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ എൻ ആണ്. അങ്ങനെയെങ്കിൽ ഇസഡ് എൻ ഐസോമോർഫിക് ആയിരിക്കും. ഓർഡർ 10 ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇസഡ് 10 ഐസോമോർഫിക് ആയിരിക്കും. ഓർഡർ 15 ആണെങ്കിൽ ഇസഡ് 15 ഐസോമോർഫിക് ആയിരിക്കും. ആ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സൈക്ലിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് യു ഓഫ് 10 ഈസ് ഐസോമോർഫിക് ടു ഇസഡ്4. യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യു ഓഫ് എൻ ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ്
നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഈസ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. എന്നിനേക്കാൾ ചെറുതും എന്നിന് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള വാല്യൂസ്. ഓക്കെ, യു ഓഫ് 10 ആകുമ്പോഴത്തേക്ക് 10നേക്കാൾ ചെറുതും 10 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് 1, 3, 5, 7 എന്നൊരു 4 നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, അതൊരു സൈക്ലിക് ഗ്രൂപ്പുമാണ്. നമ്മൾ ഓൾറെഡി അതൊക്കെ പ്രൂവ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ. ഈ സെയിം എക്സാമ്പിൾ. ഓക്കെ, അന്നേരം ഓർഡർ 4 ആണല്ലോ, അത് സൈക്ലിക് ഗ്രൂപ്പ് ആണല്ലോ. ഓർഡർ 4 ആണെങ്കിൽ അത് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? Z4 ഐസോമോർഫിക് ആയിരിക്കും. സിമിലർലി അതുപോലെ തന്നെ യു ഓഫ് 5 എന്ന് പറയുന്നതും നമ്പർ ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്, നമ്പർ ഓഫ് പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഈസ് ലെസ് ദാൻ 5 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 5. അതും ഇതേപോലെ 1, 2, 3, 4 4 നമ്പേഴ്സും വരും. ഓക്കെ, 4 നമ്പേഴ്സാണ്, അത് സൈക്ലിക് ഗ്രൂപ്പാണ്. ദെയർഫോർ ദിസ് ഗ്രൂപ്പ് യു ഓഫ് 5 ഈസ് ഐസോമോർഫിക് ടു Z4. ക്ലിയർ ആണല്ലോ? ഇതാണ് ഐസോമോർഫിക്കിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് കെയ്ലീസ് തിയറം എന്ന് പറയുന്ന തിയറം ഉണ്ട്. എക്സാമിന് മിക്കവാറും 100% ചോദിക്കാൻ, എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ക്ലാസ്സിൽ ആ തിയറമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ്സിൽ ഇത്ര ഡിസ്കസ് ചെയ്യുന്നോളൂ. ഗുഡ് ബൈ.